ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഹരേ കൃഷ്ണ. ഇന്ന് സരസ്വതി കവചമാണ് പാരായണം ചെയ്ത് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാമെന്ന് കരുതുന്നത്. കുട്ടികൾക്കൊക്കെ പരീക്ഷാഭയം നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇവിടെ ഈ സരസ്വതി കവചം സ്വർണ്ണത്തകിടിലെഴുതി ചന്ദനാദികൾ കൊണ്ടൊക്കെ പൂജിച്ച് ശരീരത്തിൽ ധരിക്കുന്നത് വിദ്യാവിജയത്തിന്, ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന്, അതേപോലെ തന്നെ പരീക്ഷാ ഭയമൊക്കെ മാറി ജീവിത വിജയം നേടുന്നതിന് അത്യുത്തമമായിട്ടാണ് പറയുന്നത്. ഈ സരസ്വതി കവചം സാക്ഷാൽ നാരായണമൂർത്തി തന്നെ ശ്രീ നാരദ മഹർഷിക്കായിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇത് ഈ സരസ്വതി കവചം നിത്യവും കേൾക്കുന്നതും പാരായണം ചെയ്യുന്നതുമൊക്കെ വിദ്യയ്ക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ്. ഈ വിദ്യ എന്ന് പറയുമ്പോൾ നമ്മൾ നേടുന്ന ഭൗതികമായ വിദ്യ മാത്രമല്ല, ആത്മീയമായ വിദ്യയുടെ അഭിവൃദ്ധിക്കും അമ്മയെ പൂജിക്കുന്നത്, അമ്മയെ സ്മരിക്കുന്നത്, ഈ സരസ്വതി കവചം ജപിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ഇങ്ങനെ നിത്യവും ഈ സരസ്വതി കവചം ശ്രവിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്നത്, അതേപോലെ തന്നെ അമ്മയ്ക്ക് വെളുത്ത പൂമാല, മുത്തുമാല ഇതൊക്കെ കൊണ്ട് അലങ്കാരങ്ങൾ ചെയ്യുന്നത്, നെയ്പ്പായസം, കരിക്ക്, വാഴപ്പഴം തുടങ്ങിയ നിവേദ്യങ്ങളൊക്കെ അമ്മയ്ക്ക് വയ്ക്കുന്നതൊക്കെ വളരെ, അതൊക്കെ കാലദേശങ്ങൾക്കനുസരിച്ച് ഈ ദ്രവ്യങ്ങളിലൊക്കെ മാറ്റം വരാം. എന്നിരുന്നാലും ഇതൊക്കെ അമ്മയ്ക്ക് വെണ്ണ, തൈര്, മലര്, പാല്, എള്ളുണ്ട, ഇങ്ങനെ പലതും പറയുന്നുണ്ട് അമ്മയുടെ നിവേദ്യത്തിൽ. അങ്ങനെ സമർപ്പിച്ചുകൊണ്ട് ഈ സരസ്വതി കവചം ചെയ്ത് പാരായണം ചെയ്ത് അമ്മയെ സ്തുതിക്കുന്നത് വളരെ നല്ലതായിട്ടാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവർക്ക്, ഇങ്ങനെ നിത്യവും ചെയ്യുന്നവർ ലോകവിജയിയും മഹാവാഗ്മിയും ഒക്കെ ആയി, കവിയുമൊക്കെ ആയി തീരുമെന്നാണ് ഫലം പറയുക ഇതിന്. ഇതേ സരസ്വതി കവചം തന്നെ നമുക്ക് ദേവി ഭാഗവതത്തിൽ ശ്രീ ബ്രഹ്മാവ് തന്നെ ഭൃഗു മഹർഷിക്കായിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നതും നമുക്ക് കാണാം. അങ്ങനെ ബ്രഹ്മജ്ഞാന വിശാരദനായിട്ടുള്ള സാക്ഷാൽ ബ്രഹ്മാവിൻ്റെ തിരുമുഖത്തു നിന്നും വന്നിട്ടുള്ള ഈ സരസ്വതി കവചമാണിന്ന് പാരായണം ചെയ്യാമെന്ന് കരുതുന്നത്. അമ്മയൊക്കെ, വാഗ്ദേവതയൊക്കെ നാവിലും ബുദ്ധിയിലും വേണ്ട പോലെ വിളങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും, എല്ലാ ജീവികൾക്കും, എല്ലാ മനുഷ്യർക്കും സൽബുദ്ധി തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കുട്ടികൾക്കെല്ലാവർക്കും നല്ല ഓർമ്മശക്തിയും വിജയവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് പാരായണം ചെയ്ത് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. ഓം ഹ്രീം സരസ്വത്യൈ സ്വാഹ. ശിരോ മേ പാതു സർവദഃ. ശ്രീവാഗ്ദേവതായൈ സ്വാഹ. ഫാലം മേ സർവദാവതു. ഓം ഹ്രീം സരസ്വത്യൈ സ്വാഹേതി ശ്രോത്രേ പാതു നിരന്തരം. ഓം ശ്രീം ഹ്രീം ഭഗവത്यै സരസ്വത്यै സ്വാഹ. നേത്രയുഗ്മം സദാവതു. ഓം ഹ്രീം വാഗ്വാദിന്यै സ്വാഹ. നാസാം മേ സർവദാവതു. ഹ്രീം വിദ്യാധിഷ്ഠാതൃദേവ്यै സ്വാഹ. ചോഷ്ഠം സദാവതു. ഓം ശ്രീം ഹ്രീം ബ്രാഹ്മ്यै സ്വാഹേതി. ദന്തപങ്ക്തിം സദാവതു. ഐമിത്യേകാക്ഷരോ മന്ത്രോ
मम कण्ठं सदावतु। ॐ श्रीं ह्रीं पातु मे ग्रीवां, स्कन्धो मे श्रीं सदावतु। ॐ ह्रीं विद्याधिष्ठातृदेव्यै स्वाहा, वक्षः सदावतु। ॐ ह्रीं विद्याधिस्वरूपायै स्वाहा, मे पातु नाभिकाम्। ॐ ह्रीं क्लीं वाण्यै स्वाहेति, मम हस्तौ सदावतु। ॐ सर्ववर्णात्मिकायै पादयुग्मं सदावतु। ॐ वागधिष्ठातृदेव्यै स्वाहा, सर्वं सदावतु। ॐ सर्वकण्ठवासिन्यै स्वाहा, प्राच्यां सदावतु। ॐ सर्वजिह्वाग्रवासिन्यै स्वाहा, अग्निदिशि रक्षतु। ॐ ऐं ह्रीं क्लीं सरस्वत्यै बुधजनन्यै स्वाहा, सततं मन्त्राराजोऽयं दक्षिणे मां सदावतु। ॐ ह्रीं श्रीं त्र्यक्षरो मन्त्रो नैऋत्र्यां सर्वदावतु। ॐ ऐं जिह्वाग्रवासिन्यै स्वाहा, मां वारुणेवतु। ॐ सर्वाम्बिकायै स्वाहा, वायव्ये मां सदावतु। ॐ ऐं श्रीं क्लीं गद्यवासिन्यै स्वाहा, मामुत्तरेवतु। ऐं सर्वशास्त्रवासिन्यै स्वाहेशान्यं सदावतु। ॐ ह्रीं सर्वपूजितायै स्वाहा, चोर्ध्वं सदावतु। ह्रीं पुस्तकवासिन्यै स्वाहा, अधो मां सदावतु। ॐ ग्रन्थबीजस्वरूपायै स्वाहा, मां सर्वतोऽवतु। ॐ ശ്രീമൂകാംബികായൈ നമഃ. അമ്മേ നാരായണ, എൻ്റെ മൂകാംബിക ദേവി ശരണം. അമ്മ പാരായണം ചെയ്യിപ്പിച്ച ഈ ഉള്ളവളുടെ നാവിലൂടെ അമ്മ പാരായണം ചെയ്ത ഈ സരസ്വതി കവചം മൂകാംബിക ദേവിയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ഒരൊറ്റ അപേക്ഷയെ ഈ ഉള്ളവൾക്കുള്ളൂ. അമ്മേ, ലോകത്തിലെ അവിടുത്തെ സൃഷ്ടികളായിട്ടുള്ള സർവ്വജീവികളുടെയും സർവ്വ മനുഷ്യരുടെയും ബുദ്ധിയിൽ അമ്മ നല്ല അറിവായി വിളങ്ങണമേ. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നതൊക്കെ കാണുമ്പോൾ എല്ലാ മനുഷ്യർക്കും സൽബുദ്ധി തോന്നിപ്പിച്ചു കൊടുക്കണമേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാൻ തോന്നാറുള്ളൂ. അമ്മേ, അതിനവിടുത്തെ കാരുണ്യമുണ്ടാകണമേ. ഈയുള്ളവൾ പാരായണം ചെയ്തതിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം അമ്മേ, അറിയില്ല. അതും അവിടുത്തെ സങ്കല്പം. അവിടുന്ന് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്ന് അപേക്ഷിച്ചുകൊണ്ട് അവിടുന്ന് പാരായണം ചെയ്യിപ്പിച്ച ഈ സരസ്വതി കവചം അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ അവിടുത്തേക്കുള്ള അർച്ചനയായി, അക്ഷരാർച്ചനയായി സമർപ്പിച്ചുകൊണ്ട് സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീജഗദംബികായൈ നമഃ.
ശ്രീമൂകാംബികായൈ നമഃ. ശ്രീ സരസ്വത്यै നമഃ.